ജീവന് തുല്യ സ്നേഹിച്ചവരിൽ നിന്നും വിശ്വസിച്ചവരിൽ നിന്നും ഒരു പെണ്ണിന് ഏൽക്കേണ്ടി വരുന്ന അവഗണനയും വേദനയും ഒരൊറ്റ ദിവസം കൊണ്ട് മറക്കാൻ അവക്കാവില്ല. അത് ചിന്നുവിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ മുറിവ് വളരെ വലുതാണ്. അത് ശരിയായിരിക്കാം. പെൺമനസ്സ് പെട്ടെന്ന് മുറിയുന്നതാണ്. പക്ഷേ ചിന്നുവിന് മഹിയോടുള്ളത് വെറുമൊരു ദേഷ്യമല്ല, സ്നേഹം കൊണ്ടുള്ള അവകാശപ്പെടലാണ്. ആ സ്നേഹത്തിന്റെ ചൂടൊന്നും അവളെ തളർത്തില്ല. ഒരു ചെറിയ വെയിൽ തട്ടിയാൽ വാടിപ്പോകുന്നവളല്ല നമ്മുടെ ചിന്നു. അവൾ ഏത് പ്രതിസന്ധിയെ അതിജീവിക്കും. അതോർത്ത് വിഷമിക്കണ്ട. എനിക്കറിയാം അത്. പക്ഷെ എന്റെ മനസ്സത് കേൾക്കുന്നില്ല. അവൾ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു പിടച്ചില്. അവള് പലപ്പോഴും എനിക്കെന്റെ മോളാണെന്ന് തോന്നിയിട്ടുണ്ട്. എത്ര അന്വേഷിച്ചിട്ടും ആരും നമുക്ക് വീട് തരുന്നില്ല. ഇതിനൊക്കെ വേണ്ടി എന്ത് തെറ്റമ്മ നമ്മൾ ചെയ്ത്? പഴയതുപോലൊന്നും അല്ലല്ലോ. ആർക്കും ആരെയും വിശ്വാസമില്ല. അതുകൊണ്ട് ആരുമല്ലമ്മേ, അമ്മ നടക്ക്. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എത്ര പേര് നമ്മളെ പേടിപ്പിച്ചാലും തളർത്താൻ നോക്കിയാലും എന്റെ ധൈര്യം ഇല്ലാതാവില്ല. ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. പ്രാണം പോയാലും ഇല്ലമ്മ. വിഷമം കൊണ്ട് പറഞ്ഞതാ. പക്ഷെ പഠിച്ച നല്ലൊരു ലോയർ ആവുമെന്ന് എന്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്കിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. കിട്ടും അമ്മേ, എവിടെയെങ്കിലും താമസിക്കാൻ ഒരു സൗകര്യം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കും. നമുക്ക് അവിടെ ചെന്നിരിക്കാം. വാ. മോളെ, ഈ അഡ്രസ് എവിടെയാണെന്ന് അറിയോ? അയ്യോ, അറിയില്ല. ഞങ്ങൾ കുറച്ച് ദൂരെന്നാ ചേട്ടാ.
പറഞ്ഞേ? ഡോ, തനിക്ക് ചാവാ എന്റെ വണ്ടി കിട്ടിയോളോ? നിക്കേ ചിന്നു, ചിന്നു, ഇല്ലമ്മേ, ആ ദുഷ്ടൻ അതും കൊണ്ട് പോയി. താലിയുടെ വില അറിയാവുന്നവനായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഒരു കള്ളനാവില്ലായിരുന്നല്ലോ. അമ്മ കരയണ്ട, കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലമ്മ. ചിന്നു ഇതോടെയാണല്ലോ ഓടിപ്പോയത്. ദൈവങ്ങൾക്ക് നമ്മളെ പരീക്ഷിച്ചു മതിയായി കാണില്ലായിരിക്കും. അമ്മ കരയണ്ട, അമ്മ കരഞ്ഞ ഞാൻ തളർന്നു പോവും. അമ്മ വാ, നമുക്കിവിടുന്ന് പോവാം.